ഹലോ, കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല ഉറക്കത്തിൽ നിന്ന് എണീച്ചിരിക്കുന്നു. നമ്മൾ അത്താഴത്തിന് എണീച്ചാണ്. ഇപ്പോൾ സമയം 4, 4:30, 4:45 നിൽക്കണം. 3:45 നിൽക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഞാൻ എണീച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് അത്താഴം കഴിക്കാം. ലേസ് ഉണ്ടോ? ലേസ് എന്തായിരുന്നേ? എന്തായിരുന്നേ? ദോശ അമ്മായി വീടാണ്. ഇപ്പൊ അമ്മായി വീട്ടിൽ അപ്പൊ ചോറിന് കൊടുക്കണം. ചായ അടിച്ചു. പല്ല് വെക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ അവിടെ ഫുള്ളി ഇരുട്ടാണ്. ഇന്നത്തെ സ്പെഷ്യൽ ദോശ, മൈദ ദോശ, ചിക്കൻ കറി. ഒറ്റ ദോശ മതി. എന്തോ കാര്യമായിട്ടുണ്ട്. ചാടിക്കും മൈക്ക് കഴിഞ്ഞു. പക്ഷെ കുത്തിയിട്ട് ഓഫായി കളിക്കാം. ലാസ്റ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂറ്റുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇങ്ങനെ റിസ്ക് വെക്കാം. സമയം എത്രയായി? അമ്മ സമയം എത്രയായി? സമയം എത്രയായി? എത്ര ആഴ്ചയുള്ളൂ? നാളെ ബയോളജി പരീക്ഷയാണ്. രാത്രി കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. രാവിലെ നോക്കാം. പിന്നെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ജയിക്കണല്ലോ. ജയിച്ചിട്ടെങ്കിൽ വെക്കേഷൻ 2 മാസം സ്കൂൾ പോയിട്ട് പരീക്ഷ എഴുതുന്നു പറഞ്ഞു സാറ്. നാളെ പേടിപ്പിച്ചാണോന്നും അറിയില്ല. എന്തൊരു റിസ്ക് എടുക്കാൻ ഞാനില്ല. കിട്ടി പോയാൽ പോയി. എന്തായാലും മാത്സും ഫിസിക്സിൻ്റെ ഇത്ര ഒന്നും വരില്ല. മാത്സ് കുറച്ച് ടഫാണ്. കുറച്ചധികം ഫിസിക്സിന് കിടക്കില്ല. ഞാൻ മാത്സ് ഭയങ്കര ടഫാണ്. ഞാൻ ക്ലാസ്സിൽ ഇരുന്നെല്ലാം ചെയ്യും. പെരയിലെത്തിയാൽ മറന്നു. പരീക്ഷയ്ക്ക് എത്തിയാൽ ഇക്വേഷൻ കണ്ടിട്ടും കൂടെ ഉണ്ടാവില്ല. ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ആരെന്താന്നൊക്കെ ആവും. പിന്നെ എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. ലാസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇങ്ങനെ ഇരിക്കണുണ്ട. സാറുമാർങ്ങനെ വാങ്ങാൻ തോന്നും. പിന്നെ തിരിഞ്ഞാലും മറിഞ്ഞാലൊന്നും സാറൊന്നും പറയില്ല. സാറവിടെ എന്ന് പറയും പാസ്സാവളൊക്കെ ഉണ്ടാവുമെന്നു. പിന്നെ അങ്ങനെ തിരിഞ്ഞ് ഒന്നുണ്ടാ രണ്ടുണ്ടാവും. ചോദിക്കും. പക്ഷെ ചോദിക്കാനുള്ള ആൾക്കാരൊക്കെ പഠിക്കണ ആൾക്കാരായതുകൊണ്ട് അവരൊക്കെ അവരെ കാര്യം സ്ഥലത്തൊക്കെ അവരൊക്കെ ഇരുന്ന് ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ച് ചെയ്താലും ഞാൻ അങ്ങനെ ഇരിക്കുന്നില്ല. എന്താണ് ഇതോ? എന്താ അടുക്കടുക്ക് വന്നു നോക്കി പോകുന്നു. ഇത് ഞാൻ വരച്ച ചിത്രം. ആകാശമൊക്കെ ഞാൻ വരച്ചു. കുയിലും കാക്കൊന്നും ഞാൻ വരച്ചല്ല. ഇത് എൻ്റെ പരീക്ഷണശാല. എൻ്റെ
സ്റ്റഡി റൂമും കൂടിയാണ്. എല്ലാവർക്കും സ്വാഗതം എന്ന് സ്വന്തം ഹിബ അവിടെ എഴുതിച്ചു. ഇവിടെ ഒരു വാതിലാണ്, ഇവിടെ ഒരു വാതിലാണ്. ഈ വാതിലും പൂട്ടും ഞാൻ, ഈ വാതിലും പൂട്ടും. എന്നിട്ട് ഇതൊരു റാക്കാണ്. ഇവിടെ ഫുള്ള് തുണിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു സ്റ്റഡി ടേബിൾ തന്നെയാണ് സെറ്റ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഞാൻ സൗരയൂഥത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും ഇതാക്കാനാണ്. സൂര്യൻ വരച്ച് ഭൂമി വരക്കാനായി മനസ്സിലായി ചില്ലറ പരിപാടിയില്ല. ഞാൻ പറഞ്ഞ സൂര്യേട്ടങ്ങൾ അവിടെ ഇരുന്നോളി, അപ്പം വരെ ബാക്കിയുള്ളവർ 2-3 കൊല്ലം ഇതുവരെ ബാക്കിയുള്ളവർ എത്തിയില്ല. പിന്നെ വേണ്ടാത്ത സാധനമൊക്കെ നിൽക്കുകയെന്ന് വിചാരിക്കും. വേണ്ടതുണ്ടായിരുന്നുള്ളിൽ ഇതുവരെ തൊടാത്ത മുക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളിൽ. കാണാനില്ലെങ്കിലും ആവശ്യമുള്ള സാധനമുള്ള എന്താണ് ഞാൻ ചായ കുടിക്കലില്ല. പിന്നെ ദോശ ആയതുകൊണ്ട് ഉറക്കം പോകണം. എനിക്ക് ബയോളജി നോക്കണം. അപ്പോൾ അതുകൊണ്ടും കൂടെ ചായ കുടിക്കാണ്. എന്തേ എല്ലായി ചായ കുടിക്കണം. എൻ്റെ അവസരത്തിന് പഠിച്ചു തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹ് ആക്കട്ടെ, പരീക്ഷ നോക്കുക വളർത്താൻ. ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കെപ്പോഴെങ്കിലും ഇങ്ങനെ കയറും. വൈകി എന്തെങ്കിലും പഠിച്ചോ ആവോ, പഠിച്ചുണ്ടാവും. ഉണ്ടാവില്ല. എഴുതോടാ എഴുതോടാ. ഇന്നീ മണിയൊരാൾ വരച്ചത് അത് ചെയ്യാൻ എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ ഏതെങ്കിലും യൂട്യൂബറിലെ വീഡിയോസൊക്കെ കാണല് മനസ്സിലായോ? മുത്തുമണീസ് അതാണ് ഫസൽ ഫാമിലി, അത് കാണാറുണ്ട്. പിന്നെ ഹനാൻഷാൻ്റെ വീഡിയോസ് കാണാറുണ്ട്. പിന്നെ അപർണ ചൈതന്യന്നല്ലേ, അതൊക്കെ ഇഷ്ടം. അവരുടെ വീഡിയോസ് കാണലുണ്ട്. അങ്ങനത്തെ ഇല്ലേ ഈ ഇത് പാടവരമ്പത്തിൽ കൂടെ ഒക്കെ പോണ, അത് കാണലുണ്ട്. മനാൻഷ എല്ലാവരും അത്താഴത്ത് നിൽക്കാൻ വരക്കില്ല. ഞാൻ ഇനി എന്നെ വിളിക്കണ്ടല്ലോ.
5-ന് ക്ലാസ്സിൽ അല്ല സോറി എന്താണ് SLC ക്ലാസ് ഒക്കെ തുടങ്ങി. ഞങ്ങളെ ബയോളജി ക്ലാസ് 6 മണിക്കല്ലേ ഒരു ലൈവിൽ വരിക. അറിയുന്നില്ലേ 6 മണിക്ക് എത്തുള്ളൂ. ഇതാണ് വെറുതെ അല്ല ഞാൻ ഈ ഫസ്റ്റിൽ നിന്ന് കിട്ടുന്നത്. മോർണിംഗ് ബൂസ്റ്റർ രാത്രിയുള്ള കണ്ടാലല്ലേ രാവിലത്തെ മനസ്സിലാവുള്ളൂ. രാത്രിയിലൊന്നും കാണാത്തോണ്ട് ഇപ്പോൾ അതൊന്നും മനസ്സിലാവില്ല. കൊലായ്മ പോവാം. പക്ഷെ ഇവിടെ ഇരുന്നൊരു പ്രത്യേകത ഉണ്ട്, ഒന്നും കാണൂല. എന്ത് സെയിം മലയും അമ്മേൻ്റെ സ്ഥലമാണിത്. അവിടെ ഞാനിരുന്നു. ഇതാ കിട്ടിപ്പോയി. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് അവിടെ ഇവിടെ ഉണ്ട്. അയ്യോ എന്താണ് മൈ ഫാൻ തരുമോ? നാളെ ആട്ടുണ്ട്. ചലനത്തിനു പിന്നിൽ പാഠം നാടി. കുറെ ഇതൊക്കെ പഠിക്കണ്ട. വൈകൊന്ന് എണിച്ചിട്ടിയാണ് ഞാൻ കുറച്ച് സമയം ബുക്കൊക്കെ വായിച്ച് ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം. 9:45 to 11:45 വരെയാണ് എക്സാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ മാത്സിൻ്റെ ക്ലാസ്സും ഉണ്ട്. അപ്പം ഇനി കുളിക്കാൻ പോട്ടെ, മടിയാവുണ്ട്. എക്സാം ആയതുകൊണ്ടല്ല, ക്ലാസ് ഉണ്ടായിട്ട് 4 മണി വരെ അവിടെ ഇരിക്കണം. അപ്പം 1 മണി to 4 മണി വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് പോകണം. ഒരു 3:30 ആകുമ്പോൾ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വരാൻ വേണ്ടിയിട്ട് പറയണം ഉമ്മാനോട്. അപ്പോൾ നമ്മൾ കുളിക്കട്ടെ. പഠിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കഥയാണ്. കുറച്ച് നേരം ക്ലാസ് ഉണ്ട്. ഇന്നൊന്ന് ബുക്ക് വായിച്ച് നോക്കി, ഫുള്ള് മൂഞ്ചല കിട്ടണില്ല. ഇങ്ങനെ കുറച്ചൊക്കെ അറിയാം,
ചിലതിൻ്റെ ഒരു പോയിന്റ് അറിയാം, രണ്ടാമത്തെ പോയിന്റ് അറിയില്ല, മൂന്നാമത്തെ പോയിന്റ് അറിയില്ല. ചിലതിന് 3, 2 അറിയാം, ഒന്നാമത്തെ പോയിന്റ് അറിയില്ല. അങ്ങനെ ഒരു കഥ. കുറച്ച് നേരം ക്ലാസ് ഉണ്ട്. പിന്നെ അവരെ ബൂസ്റ്റർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവരെ രാത്രിത്തെ ക്ലാസ് കാണും. അത് കണ്ടിട്ടില്ല, രാവിലത്തെ ക്ലാസ്സാണ് കാണുന്നത്. പിന്നെ മനസ്സിലായിട്ട് മനസ്സിലായിട്ടില്ല, അങ്ങനെയും പറയാം. പിന്നെ അവർ കൂടുതലും ഇംഗ്ലീഷ് മീഡിയത്തിനാണ് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മലയാളം പറയും, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ചില സംഭവമൊക്കെ മലയാളം പറയാൻ ഒരു വിട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമുക്ക് മനസ്സിലാവും, പക്ഷെ അതിന് മലയാളം വേർഡ് കിട്ടിയല്ല നമുക്ക് ഉപകാരമുള്ളൂ. ഇംഗ്ലീഷ് അവിടെ എഴുതി കിട്ടിയാൽ നമുക്ക് ഉപകാരമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ. പക്ഷേ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്നും കാണിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും തരുന്നില്ല. ഓരോ പാഠത്തിലും ഉള്ളതൊക്കെ തന്നെ വിശദീകരിച്ച് തരിക എന്നല്ലാതെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരെയും പോലെ തന്നെ ആവുമായിരിക്കും. ഒന്ന് പാടമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ആ ലാസ്റ്റത്തെ വർഗീകരണമൊക്കെ എന്താണെന്നുള്ളതൊക്കെ അറിയാം. പിന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ട് എവിടേക്കോ എന്തൊക്കെയോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് വിചാരിക്കാം. 40 മാർക്കിൻ്റെ എക്സാമാണ്. A+ കിട്ടണമെങ്കിൽ 36 മാർക്ക് വേണം. എങ്കിലും കിട്ടണമെങ്കിൽ 30 മാർക്ക്. അല്ല, ഒപ്പിക്കാം വിചാരിക്കാം. വിചാരം മാത്രം. അമ്മ കുളിക്കട്ടെ. ഇപ്പം നേരെ നല്ലോണം വെളുത്ത്. ഇപ്പോൾ സമയം 8:30. എനിക്ക് 9:15 ആകുമ്പോൾ പോയാൽ 9:30 ആകുമ്പോൾ പോയാൽ മതി. ഉമ്മ കൊണ്ടാക്കി തരാം, അല്ലെങ്കിൽ ബസ്സിന് പോകണം. 9:45 പറഞ്ഞാലും കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എക്സാമൊക്കെ തുടങ്ങുക. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഉണ്ണിയാൽ പാലത്തിൻ്റെ പണിയായതുകൊണ്ട് ബസ്സൊക്കെ ഈ റൂട്ടിനാണ് പോവുക. അപ്പോൾ ഞങ്ങളിപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ചാണ് നടന്നാൽ മതി, അവിടെ ബസ് നിർത്തി തരും. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും കുറച്ച് നേരത്തെ ഇറങ്ങണം. പിന്നെ ടൈം ടേബിൾ എടുത്തേക്കാനൊന്നുമില്ല, യൂണിഫോം ഇടുക, മുടി വരെ പോവുക, അത്ര തന്നെ ഉള്ളൂ. അത് ഞാൻ പോയി വിളിക്കട്ടെ. ടാറ്റ. മുടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമുക്കൊന്ന് ഐലൈനറൊക്കെ ഇട്ട് സെറ്റാവാം. വരും ഐലൈനർ ഇടാം. വെറുതെ എന്തോ ഇതിന് വേണ്ടി തേച്ചാൽ പിന്നെ ലിപ്സ്റ്റിക്ക് വേറെ ഒന്നും കൂടെ ഉണ്ട്. അത് ഐലൈനറാക്കാം. ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഉമ്മച്ച് റെഡിയാക്കിയത് അവിടെ ഒക്കെ ഉണ്ട്. അതെ, പിന്നെ എവിടെയൊക്കെയുള്ള അതവിടെ ഉണ്ട്. നിങ്ങൾ എത്ര സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ടൈം എത്രയാണ്? ഫോർക്കട്ടെ. 9:01. ഏതായാലും ഞാൻ പോട്ടെ. ഇനി 4 മണിക്ക് കാണാം. 4 മണി 4:30 ആ ടൈമിലൊക്കെ ആവുന്നു കാണൽ. സ്കൂൾ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സൊക്കെ കേട്ടിരിക്കുമ്പോൾ ചടക്കും, മടിയാവും. എന്തായാലും പോയിരിക്കാൻ പറ്റില്ലല്ലോ, പരീക്ഷയായി പോയില്ലേ. ബയോളജിയാണ് നമ്മളെ കാക്കട്ടെ. കിട്ടണല്ലോ. അപ്പം എന്തായാലും ഞാൻ എക്സാമിന് പോയിട്ട് വരാം. ആരും വിളിക്കുന്നുണ്ടോ? ക്ലാസ് കഴിഞ്ഞു വന്നോ? ആദ്യം തന്നെ ഇല്ലാന്ന്. ഞാൻ കടയിൽ പോയി ആൾക്കാർ ചേർത്ത് എനിക്ക് നോമ്പില്ല. പോണ്ടാ.
ഒന്നും കൂടെ മുട്ടായി ഇല്ല പൈസ ഉള്ളു വാ മുട്ടായി മുട്ടായി ഇല്ല. ഞങ്ങളപ്പോ ഒരു നോമ്പ് തുറക്കലിന് പോവാണ്. എവിടെയാണമ്മ? കടുങ്ങാത്തോണ്ടക്കാ പോണത്. കുട്ടങ്കാക്ക അവിടെ വന്ന് കാത്തുക്കുണ്ട്. അപ്പൊ നമുക്ക് പോവാം. അക്ബറാക്ക് കാത്തുക്കുണ്ട്. അപ്പൊ നമുക്ക് പോവാം. എയ്സോ ടാറ്റ എടുത്താളാ. ടാറ്റ പോവാണെന്ന് പറയും. ഞങ്ങള് പോവും. അപ്പൊ ഞങ്ങള് പോട്ടെട്ടാ. ഓട്ടോറിക്ഷ ഇതാ നിക്കണം അവിടെ. ഞങ്ങളെന്താണ് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മള് സ്ഥലത്തെത്തി. നോമ്പ് തുറക്കാനായിട്ടില്ല. അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു വീട് കാണിച്ചെന്ന് അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറഞ്ഞു. നല്ല രസമുള്ള സ്ഥലം. ഒരു മനുഷ്യനും ഇല്ല. നല്ല രസമുണ്ട് ഇവിടെ നിക്കാന്. ഇവിടെ വീടുണ്ടാക്കിയിരുന്നെങ്കിലൊക്കെ പൊളിക്കും. ഇഷ്ടം പോലെ നായ്ക്കളുണ്ട് ആ ഭാഗത്തിട്ടാ. എന്നോട് ഇബേ ബോബോ എന്ന് പറഞ്ഞ് നിക്കണം. അപ്പൊ നമുക്ക് ഇനി എന്തായാലും മെയ്സോന് ഫുഡൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ പോവാം. സൂര്യേട്ടൻ അമ്മ ദാ ഇസോന് ഫുഡ് കൊടുക്കാണ്. ഫുഡൊക്കെ ഓള് ഇവിടെ തട്ടിട്ട്. ആരാ സാധനോ? എന്താണ് എന്താ അമ്മിന്റെ പൊടി പറഞ്ഞ അമ്മ വരനുള്ളിൽ പോയിന്ന്. ഇവിടെ എംസാൻഡിന്റെ എന്തോ സംഭവം ഉണ്ട്. ഒരു വീടുണ്ട് അവിടെ. കോഴി ഫാം ഉണ്ട്. ഇത് ഫുള്ള് കോഴി ഫാമാ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നല്ലോ ഒരു പരിപാടി ഉണ്ടെന്ന്. ഇവിടെ നമുക്കൊരു നോമ്പ് തുറയാണ്. ഇപ്പൊ സമയം 5:45 ആയിക്കെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ഇവിടെ എന്തായാലും കുറച്ച് നേരത്തെ എത്തിയല്ലേ. ഇനി ഇവിടെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ്. മൈക്ക് ഓണന്നല്ലേ? ഭാഗ്യം. എങ്ങണ്ടാണ് അവിടെ? അങ്ങോട്ട് നടന്നു നോക്കിയാലോ? ഇവിടെ ഫുള്ള് വലിയ കാടാട്ടാ. കണ്ടില്ലേ? വലിയ കാടേരിയാണ്. ഇഷ്ടം പോലെ കാടാന്ന് തോന്നുന്നു. അവിടെ നിറച്ച് നായ്ക്കളാണ്. ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലം. ഇങ്ങനെ വെറുതെ നടക്കാനൊക്കെ. നടക്കാണ്ട് ചെല്ലി. ഞാൻ നായിനെ കണ്ട ഓടൂ. ഞാൻ എന്നെ നോക്കൂല. നാക്കലുണ്ട്. എന്തായാലും ഇതാണ് എന്റെ ഇന്നത്തെ ദിവസം. ഇനിയിപ്പോ നോമ്പുറക്കുക, ഫുഡ് കഴിക്കുക. നല്ല അടിപൊളി ഫുഡാന്ന് തോന്നുന്നു. കുറെ ഐറ്റംസ് ഒക്കെ അവിടെ എന്താണ് ബൊഫെ ഫുഡൊക്കെ ബൊഫെ റെഡിയാക്കുന്നുണ്ട് അവിടെ. ഒരു മറ്റേ ഇങ്ങനെ പാത്രമൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ട് കസേരയൊക്കെ വെച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് അവരവിടെ. ഇനി നോമ്പ് തുറക്കാൻ വേണ്ട സമയമായത്. നായ്ക്കള് വരുന്നു. ഞാൻ തിരിഞ്ഞു മണ്ടാന്ന്. ഞങ്ങള് നോക്കാതെ മണ്ട് തിരിഞ്ഞോടാൻ നിക്കണമ്മ. ഞങ്ങളെക്കാളും മുന്നേ ചിലപ്പോ മറ്റേ പഞ്ചാര പോലെ എത്തിച്ചാണ് ആള്. കുറച്ചാളെ. ഇതെന്ത് മരാ? കറുകാപ്പട്ടന്റെ മരം പോലുണ്ട്. ഏത് പുലിയായിട്ടാണ്? പുലിയും കൊണ്ട് വരില്ല. പുലി അത്ര പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യണ സാധനല്ല. തമ്മില് വീഡിയോ തന്നെ പറയാണ്. സൂര്യേട്ടൻ പടിഞ്ഞാറ് ഇതാന്ന് മനസ്സിലായി. സൂര്യൻ നല്ല ഉദിച്ചു നിൽക്കുന്നുണ്ട്. പുലിയാണ്. നല്ല നായി തന്നെയാണ്.
വെറുതെ പേടിച്ച്. പുലിയാണെന്ന് വിചാരിച്ചേനു, പക്ഷെ പുലിയൊന്നല്ല, നായിയാണ്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ ഒരു പുലിന്റെ ലുക്കൊക്കെ ഉണ്ട് മൂപ്പർക്ക്. അപ്പൊ എന്താ ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നടക്കണം, എന്നിട്ട് നോമ്പുറക്കാനാവും. പോയി നോമ്പുറക്കണം, അത്ര തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അല്ലാ, ഇതിനുള്ളിൽ കുൽഫി ഉണ്ടാവുക തുറന്നു. ആ അവിടെ തന്നെ നിന്നോ, അമൃതപ്പൊടി കുടിച്ചോട്ടെ കുറച്ച്. ആയി ആ ചെല്ലി, അതിന്റെ അടുത്തേക്ക് ചെല്ലി. ഞാൻ ഇവിടെ വരെ എത്തിയെന്നു. സോ ഡേഞ്ചർ വൺ. എയ്സു അത് പിടിച്ചിട്ടുണ്ടെങ്കിലേ ഒറ്റ കൊടച്ചിലിനുള്ളു ഇജ്ജ് ട്ടാ. ഏതായി കരിങ്കോ വിചാരിച്ചിട്ടുണ്ടാവും, കറുത്തറച്ചിട്ട്. അങ്ങനെ പേടുത്തൂരെയുള്ള രണ്ടാളും. ഒരാൾ എത്തി നോക്കണ്ട്. ഇതിലാള് സീരിയസ് ആയിട്ട് പേടിച്ചിട്ട്, ആള് പേടിച്ചിക്കണ്. ആള് അമൃതപ്പൊടിയൊക്കെ 4 സെന്റിമീറ്റർ ഇപ്പുറത്ത് നിന്നിട്ടാ കൊടുക്കണ്. രണ്ടാളും പേടിച്ച് രണ്ട് പേടിച്ച് തൂറി നിക്കണണ്ടില്ലേ. അവിടെ കുറച്ച് നായ്ക്കളുണ്ട്. ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നുണ്ട് അവർക്ക്. ഇവരിവിടെ നോമ്പ് 1 മുതൽ നോമ്പുറപ്പിക്കൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്നൊക്കെ വേസ്റ്റ് ഉള്ള ഫുഡൊക്കെ ഈ നായ്ക്കൾ കഴിക്കും തോന്നുന്നു. ഇപ്പുറത്ത് കോഴി ഫാമാണ്, ചിലപ്പോ അവിടെ നിന്നുണ്ടാവും കോഴിക്കളെ. ലേസ് പോണം. ലേസുവിന് ആളെ കുറച്ച് എന്താ പറയാ കുരുത്തകടാണെങ്കിലും ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഭയങ്കര പേടിയാണ്. ലേസു അങ്ങോട്ട് പോരെ. ആ നായി ഇപ്പ വരും. നല്ല സൂര്യൻ ഇങ്ങനെ എന്താ പറയാ ആളത് ഉദിപ്പിക്കുന്നുണ്ട്, അത്രക്കുണ്ട് സൂര്യൻ. നല്ല വെയിൽ. ഇതെന്താ എടുത്തു നിക്കണ പോലെ. നല്ല ഈ മൈക്കിന്റെ പ്രശ്നമുണ്ട്, ഇടക്കിടക്ക് ഓഫ് ആവും. അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഗതിയായിട്ട് വർത്താനം പറഞ്ഞ ഗ്ലാസ് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. കാക്കി കൂടെ എവിടെ അടിക്കാം. എന്നോടൊന്നും മറച്ചേക്കാൻ പറയാൻ പറ്റൂല. നല്ല എല്ലായിടത്തൊന്നും വളമ്പിക്കോളും ട്ടാ ട്ടാ. എന്നിട്ട് എന്നെ ഇങ്ങനെ കൊളത്തി പിടിച്ച് ഇങ്ങനെ ഉണ്ട് വലിക്കണം. ഇങ്ങനെ കൊളത്തി പിടിച്ച് വലിക്കണം. നമുക്ക് ഉമ്മാനെ വിളിക്കാം കൊളത്തി പിടിച്ചിട്ട്. പോണോരി വരുന്നവരി ഒക്കെ കത്താത്താന്നാണ് വിളിച്ചത്. ലേറ്റും കാര്യങ്ങളൊക്കെ കാണും. ടൂർ പോണേനാണ് ഊഞ്ഞാലെന്ന് അറിയുന്നത്. ഊഞ്ഞാല നോമ്പറക്കുള്ള ടൈമായി തുടങ്ങി. സമയം 22 ഞാൻ പേടിച്ചു പോയതല്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെ
ഹായ്. ഉം. അതോടെ പോയാ എവിടാ വ്ളോഗറെ കണ്ടേ? മോഡലൊന്നും തിന്നണ്ട, നിങ്ങൾ തിന്നണ പോലെ തിന്നാ മതി. ഇതാരും എടുത്ത് കഴിച്ചോളാം. നമ്മള് നോമ്പ് തുറന്ന പോലെ ഫുഡ് കഴിക്കില്ല. അപ്പൊ ഏതായാലും ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ടേ. ഞങ്ങള് ഇവിടെ തിരൂര്. ഇതിപ്പമ്മ ഉമ്മ ആണോ വീഡിയോ എടുക്കണം. പീസാക്കി വെച്ചു. തിന്നാൻ കുറച്ച് കാണും. ഇതെന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി അല്ലേ? സംഗതി കിടക്കിട്ടാ ഈ സാധനമൊക്കെ കൂട്ടി കഴിക്കാൻ. എവിടെ? അങ്ങനെ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് പിന്നെ നമ്മൾ ആ കഴിച്ച ഐസ്ക്രീമും സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ മാങ്ങ കണ്ടിട്ട് നോമ്പ് തുറന്ന ടൈം ആയതുകൊണ്ടെന്ന് തോന്നുന്നു കഴിക്കാൻ തോന്നിയില്ല. അതാ പിന്നെ വാങ്ങാൻ ഐസ്ക്രീം വാങ്ങിയത്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. നല്ല ഉഷാർ ഫുഡൊക്കെ കഴിച്ച് നല്ല ഗംഭീര നോമ്പ് തുറയായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല എന്താ പറയുക അടിച്ച് പൊളിച്ച്. പിന്നെ നമ്മൾ ഞാൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ ബൂസ്റ്റ് കുലുക്കി സർബത്തൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സംഗതിയൊക്കെ കിടുക്കി.